തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക സർക്കുലറിൽ ബിജെപിയുടെ സീൽ പതിച്ച സംഭവത്തിൽ എക്സിനെതിരെ കേസെടുത്ത സൈബർ പോലീസ് വീഡിയോ നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയിലാണ് നടപടി. സംഭവത്തിലെ പോലീസ് ഇടപെടലിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. താനല്ല ഇപ്പോൾ പോലീസിനെ നിയന്ത്രിക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും നീക്കത്തിന് പിന്നിലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നോട്ടീസിൽ ബിജെപിയുടെ സീൽ കണ്ടത് ഗുരുതര വിഷയമാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. ഞാൻ നിങ്ങളെ പോലെ തന്നെ പിണറായി വിജയൻ ഒരു വ്യക്തിയായിരിക്കും. ഞാനല്ല പോലീസിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നു. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം അവർ വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അല്ലെങ്കിൽ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നിടത്തോളം ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പോലീസ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് പോലീസിൻ്റെ ഒരു ഇപ്പോൾ കിട്ടൂല. ഷഫീദ് റാത്തൂർ മറ്റിരുന്നു. ഷഫീദ്, അങ്ങനെ എപ്പോഴും വിശ്വാസത്തോടെ നിൽക്കേണ്ട ഇലക്ഷൻ കമ്മീഷന്റെ പാർട്ടികൾക്ക് അയച്ച കത്തിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ, അതും എപ്പോഴും ഈ പ്രതിപക്ഷ ബന്ധം ആരോപിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെങ്കിലും അതിഗുരുതരമായ പിഴവാണ്. ആ പിഴവ് സമ്മതിച്ചാണ് ഇലക്ഷൻ കമ്മീഷൻ. അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച പിഴവിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിൽ ഇത്ര ഗുരുതരമായ നടപടിയിലേക്ക് പോലീസ് പോകുന്നതിന് കാരണമെന്താണ് ഷഫീദ്? ഹഷ്മി, ഇക്കാര്യത്തിൽ ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ മറുപടിയും വിശദീകരണവും ഒക്കെ നൽകിയിരുന്നു. അതായത് ബിജെപിയുടെ സീൽ പതിഞ്ഞത് ഒരു സാങ്കേതിക പിഴവാണ്. മാത്രവുമല്ല, അത് വരുത്തിയ ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള വ്യാജ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാലും സൈബർ പോലീസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് അവരുടെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയും ഇലക്ഷൻ കമ്മീഷനെയും പരിഹസിച്ച വീഡിയോ പോസ്റ്റ് ചെയ്ത ഇപ്പോൾ എക്സിനെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ പരാതിയിലാണ് കേസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ തന്നെ വാർത്താക്കുറിപ്പായി അറിയിച്ചിട്ടുണ്ട്. ഈ വ്യാജമായി ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എക്സിനും മെറ്റയ്ക്കും സൈബർ പോലീസ് കത്ത് നൽകിയിരുന്നു. എന്നാൽ മെറ്റ ആ ദൃശ്യങ്ങൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് റിമൂവ് ചെയ്തു. എന്നാൽ എക്സ് അത് റിമൂവ് ചെയ്തില്ല. ഈ സാഹചര്യത്തിലാണ് കേസെടുത്തത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടില്ലെന്നും തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ മാറ്റാൻ അത് മെറ്റയ്ക്കും എക്സിനുമാണ് കത്ത് നൽകിയത്, വ്യക്തികൾക്ക് കത്ത് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ തൃണമൂൽ എം പി മഹുവ മൊയ്ത്രയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് പോയിട്ടുണ്ട്. ആ നോട്ടീസ് അവർ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആ നോട്ടീസ് പോലീസ് കൊടുത്ത നോട്ടീസാണ്. ടു പ്രിവെന്റ് ഫർദർ ഹാം ടു ദി ഇലക്ടറൽ പ്രോസസ് ആൻഡ് ടു എൻഷുർ കമ്മ്യൂണൽ ഹാർമണി, all media outlets and digital platforms are hereby directed to cease the distribution of the erroneous document and remove it immediately. അത് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായ ഒരു പിഴവ്, അതിൽ ബിജെപിയുടെ സീൽ വന്നു. അത് കമ്മ്യൂണൽ ഹാർമണിയൊക്കെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഷഫീദ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നോട്ടീസ്? ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം വിശദീകരിക്കുന്ന ഒരു കാര്യം, ഒരു സാങ്കേതിക പിഴവ് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായി. അത് അക്കാര്യത്തിൽ വിശദീകരണം നൽകി. മാത്രവുമല്ല, അത് അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അത് മാറ്റി രാഷ്ട്രീയ പാർട്ടികൾക്കും പിന്നെ ജില്ലാ കളക്ടർമാർക്കും അതുമായി ബന്ധപ്പെട്ട് വീണ്ടും മെയിലടക്കമുള്ള കാര്യങ്ങൾ അയച്ചിരുന്നു. എന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതിനാൽ നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ സൈബർ പോലീസ് എടുത്തിരിക്കുന്ന ഈ നീക്കം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്സിനെതിരെ തന്നെ കേസെടുക്കാനുള്ള നീക്കം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അത്തരം വീഡിയോ ദൃശ്യങ്ങൾ അത് പ്രചരിപ്പിച്ചുകൂടാ, അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ട്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.